സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹ വൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രതിപാദിക്കുക ആമാശയ വ്രണങ്ങൾക്കാണ്. ആമാശയ വ്രണങ്ങൾ, അതിന് നമുക്ക് പറ്റുന്ന ലളിതമായ ഒരു പ്രക്രിയയുണ്ട്. മണിത്തക്കാളി. ഇതെല്ലാ വീടുകളിലും പറ്റുമെങ്കിൽ വെച്ച് പിടിപ്പിക്കണം. ഒരു ചോടുണ്ടായ ഇഷ്ടം പോലെ ആകും. അതിൻ്റെ പഴവും നല്ലതാണ്, അതിൻ്റെ ഇലയും നല്ലതാണ്. ആമാശയ വ്രണങ്ങളെ ഉണക്കാൻ നല്ലതാണ്. നമ്മുടെ മലബന്ധത്തെയും കഫത്തെയും മലത്തെയും അകറ്റാൻ നല്ലതാണ്. മാസകുളി മെൻസസ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന സ്ത്രീകളിലെ വലിയ ചൂടിനെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കാം. മണിത്തക്കാളി പഴം തിന്നാം. ഏറ്റവും നല്ല ഒരു ഔഷധ ചെടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമുക്ക് നൽകിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വാദത്തിന് ഒത്തിരി ഔഷധങ്ങളുണ്ട്, കുറുന്തോട്ടി വരെ ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്. പക്ഷേ രാത്രി കണ്ടാതി കഷായത്തിൻ്റെ ഒക്കെ യോഗത്തിൽ പ്രധാനമായും ഉള്ള ഒന്നുണ്ട്, ആവണക്കിൻ്റെ വേര്. അപ്പോൾ ആ ഉത്തരമുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ എഴുതി നോട്ട് ചെയ്യുന്നുണ്ട്. ഉത്തരം തന്നവരുടെ അഡ്രസ്സുകൾ പറയുമ്പോൾ തന്നെ ഇടണം. അതെല്ലാം ഇവിടെ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. 25 ഉത്തരങ്ങൾ ഒരുമിച്ചാവുമ്പോൾ ഒരു ഗ്രഹവൈദ്യ പുസ്തകം അവർക്ക് അയച്ചു കൊടുക്കുന്ന ആദ്യം പറഞ്ഞിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ അല്ല, 25 ഉത്തരങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ ഒരെണ്ണമൊക്കെ ഇടയ്ക്ക് പോയാലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും തുടർച്ചയായിട്ട് കിട്ടണം. അടുത്ത ദിവസത്തെ ചോദ്യം, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ഒരു മരുന്നുണ്ട്, ഒരു ഔഷധ ചെടിയുണ്ട്. ഏതായിരിക്കും അത്? ഗ്രഹവൈദ്യ പുസ്തകം പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഗ്രഹവൈദ്യ പുസ്തകത്തിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് തന്നിട്ടുള്ള നല്ല കുഞ്ഞു അറിവുകൾ എല്ലാം ഉള്ളടക്കം ചെയ്ത 500-ലധികം പേജ് വരുന്ന ഒരു നല്ല മനോഹരമായ ഒരു പുസ്തകമാണ്. സ്വന്തമാക്കാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.